അപ്പോൾ നമ്മൾ മലയാളത്തിലെ അവതാരണം പദ്യം എന്നുള്ള ഭാഗത്തിന് ശേഷം ഇന്ന് പഠിക്കാൻ പോകുന്നത് അവതാരണം ഗദ്യം എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം കേട്ടിട്ട് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഗദ്യം പദ്യം രണ്ട് ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ പദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഗദ്യം എന്നുള്ളൊരു ഭാഗം കൂടി ഉണ്ട്. പാരഗ്രാഫും നമുക്ക് ഉത്തരം എടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പദ്യത്തിനെ അപേക്ഷിച്ച് ഗദ്യം കുറച്ചും കൂടെ എന്താണ് സിമ്പിളാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് പാഠഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഈ പദ്യത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പദ്യത്തിൽ വരുന്ന സമയത്ത് പദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരേ എന്താ പറയുക ഒരു അർത്ഥം അല്ലെങ്കിൽ ഈ ഭംഗി അലങ്കാരം അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് വരിക. പക്ഷേ ഗദ്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് വളരെ പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും വ്യത്യാസം അതാണ്. അപ്പോൾ ഗദ്യത്തിനേക്കാൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് പദ്യത്തിനേക്കാൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ഗദ്യത്തെ കാണാവുന്നത് കൂടിയാണ്. അപ്പോൾ ഗദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് പാരഗ്രാഫ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൊതുവെ കവിതയിൽ നിന്ന് ഉത്തരവെടുത്ത് എഴുതുന്നതിന് ഏറ്റവും എളുപ്പവും ഈ ഗദ്യഭാഗത്തിൽ അല്ലെങ്കിൽ പാരഗ്രാഫിൽ നിന്ന് ഉത്തരവെടുത്ത് എഴുതുന്നതാണെന്നും കൂടി ഓർക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളിലേക്ക് പോവാം. തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് അതിന് താഴെ കൊടുത്തിരിക്കുന്ന 146 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതുക. 5 ചോദ്യങ്ങളാണ് ഇതിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ പാരഗ്രാഫ് വായിച്ചു തരാം. നമ്മൾ കവിത ചെയ്തതുപോലെ കവിത 3 തവണ വായിച്ചെങ്കിൽ ഗദ്യം നമുക്ക് എവിടെ ഇത്ര വായിച്ചാൽ മതി, 2 തവണ വായിച്ചാൽ മതി. ആദ്യം ഒന്ന് വായിക്കുക, പിന്നീട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് രണ്ടാമതൊന്ന് വായിക്കുക. ഇനി 2 വട്ടമൊക്കെ വായിച്ച് മനസ്സിലാവാത്തൊരു 3-4 തവണ വായിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, വായിക്കുക. എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ ജനകീയ കവിയും കലാകാരനുമാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ ഈ ജനകീയവൽക്കരണം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ സുലഭമായി നമ്പ്യാർ കവിതയിൽ ഉപയോഗിച്ചു. അതിപ്രാചീനമായ നാടോടി രൂപങ്ങളിലെയും കൂത്തിലെയും പരിഹാസ രീതികളെ കവിതയുടെ ശക്തിയാക്കി. കവിതയെ സംഗീത നൃത്താദി സുകുമാര കലകളും തനത് നാടോടി വഴക്കങ്ങളുമായി സമന്വയിപ്പിക്കുകയും ചെയ്തു. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് അധകൃത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശനം ചെയ്യിപ്പിച്ച കുഞ്ചൻ നമ്പ്യാരിലൂടെയാണ് നിളാതീരം കലയിലെ വിപ്ലവത്തെ തിരിച്ചറിഞ്ഞത്. സാധാരണ മനുഷ്യരുടെ ജീവിതമായും തൻ്റെ നാടിൻ്റെ തനത് പൈതൃകവുമായും അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയനായൊരു കലാസാഹിതി സംസ്കാരം വളർത്തിയെടുത്തത്. അഭിജാതിയായി അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിതയെ തെരുവിലെ തുള്ളൽ തട്ടിൽ കയറ്റി ചിലമ്പു തുള്ളിച്ച് ലോകനീതിയെ കളിയാക്കാൻ പഠിപ്പിച്ച തുള്ളൽക്കാരൻ്റെ ചിരി മലയാളത്തിൻ്റെ ആത്മാവിൽ നിന്നുയർന്ന ചിരിയാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഒരു ലേഖനമാണ് നമ്പ്യാരെ പറ്റിയിട്ട്. കുഞ്ചൻ നമ്പ്യാരെ പറ്റി അറിയാം. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയും സാധാരണക്കാരെ എന്തുകൊണ്ടാണ് ജനകീയൻ എന്നറിയപ്പെടുന്നത്, ജനകീയനായിട്ടുള്ള കവി അല്ലെങ്കിൽ ജനകീയനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തന്നെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ജനകീയൻ? അപ്പോൾ ഒരു എന്താ പറയുക കവി ജനകീയനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. ജനകീയനായ കവി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ തൂലികാനാമങ്ങളോ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ജനകീയൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനകീയ നായകൻ ദിലീപ് ജനകീയ നായകനാവുന്നത് എല്ലാവരും ദിലീപിനെ അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമകളിൽ ദിലീപ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ അവർ എന്താണ് ദിലീപ് കേസിലും സംഭവത്തിലൊക്കെയാണ് ദിലീപിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു ജനകീയ നായകൻ എന്നുള്ള നിലയിൽ ഇന്നും ദിലീപ് എന്താണ് ഫേമസ് ആണ് നമുക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ. അതേപോലെ അദ്ദേഹം എന്തുകൊണ്ടാണ് ജനകീയനായിരുന്നത് പറഞ്ഞത് എന്താണ്, എല്ലാവർക്കും പറ്റുന്ന അല്ലെ എല്ലാവരെയും പരിഗണിക്കുന്ന തരത്തിലുള്ള സിനിമകളും അതിൻ്റെ കഥാപാത്രങ്ങളും ഒക്കെയാണ് ആര് ചെയ്തിട്ടുള്ളത്, ദിലീപ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് എന്താണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജനകീയനായി. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നമ്പ്യാരെ പറ്റി പറയുകയാണെങ്കിൽ നമ്പ്യാർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല അല്ലെങ്കിൽ തുള്ളൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സാഹിത്യം എന്നൊക്കെ പറയുന്നതിന് എന്ത് ചെയ്തു, കുറേ ഉയർന്ന തട്ടിലുള്ള ആളുകൾക്ക് മാത്രം നടന്നിരുന്ന അല്ലെങ്കിൽ പറ്റിയിരുന്ന ഒരു സംഭവത്തെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ നേരെ സാധാരണ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഭാഷയും അങ്ങനെ മനസ്സിലാകുന്ന ഒരു തരത്തിലേക്ക് അതിനെ മാറ്റി എന്നുള്ളതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയനായി. അപ്പോൾ ആ ജനകീയനായ കുഞ്ചൻ നമ്പ്യാരെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ അത് വായിച്ചപ്പോൾ ഏറെക്കുറെ ഒന്നുകൂടി നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഇതിൽ പറഞ്ഞത്, കുറേ അഭിജാത്തമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്കറിയാത്ത കുറച്ച് വാക്കുകൾ ഇതിലുണ്ട് അല്ലേ. അപ്പോൾ ഒരു വായനയിൽ മനസ്സിലാവുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ഒരു വട്ടം വായിച്ചാൽ മതി. അത്രയും കോൺഫിഡൻസ് 100% എനിക്കൊരു വായനയിൽ തന്നെ ഇതിൽ നിന്നുള്ള ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളവരെന്താണ് ഇത് മാത്രം ഒരു വട്ടം വായിച്ചാൽ മതി. അല്ലാത്ത ആളുകളുണ്ടാവും ചില വാക്കുകൾ മനസ്സിലാവാത്തവർ 2ാമത്തെ തവണയും 3ാമത്തെ തവണയൊക്കെ വായിക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്തായാലും വായിച്ചു തരാം, അതിൻ്റെ അർത്ഥം നോക്കാം.
മലയാളത്തിലെ ഏറ്റവും വലിയ ജനകീയ കവിയും കലാകാരനുമാണ് കുഞ്ചൻ നമ്പ്യാർ. വലിയ സംശയമൊന്നുമില്ലല്ലോ ആ വീട്ടിൽ, ആ വാക്കിൽ എന്താണ്, ആ വാക്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. ഏറ്റവും വലിയ ജനകീയ കവി എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, ജനകീയ എന്ന് പറയാൻ കാരണം അതാണ്, കലാകാരനുമാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ ഈ ജനകീയവൽക്കരണം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല. അതായത് ഇങ്ങനെ ജനകീയവൽക്കരിച്ചതുകൊണ്ട്, എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ജനകീയപരമായിട്ട് അദ്ദേഹം പെരുമാറിയത് കൊണ്ട്, അദ്ദേഹം ഭാഷയെ ഉപയോഗിച്ചത് കൊണ്ട് മലയാള ഭാഷയ്ക്ക്, നമ്മളെ മദർ ടങ്ങായിട്ടുള്ള മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന, അതായത് ആ ഒരു കാര്യത്തിലൂടെ അദ്ദേഹം അതിന് നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുതല്ല, ചെറിയ സംഭാവനയല്ല. പിന്നെ എന്താണ് അദ്ദേഹം നൽകിയെന്ന് നോക്കാം. ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ സുലഭമായി നമ്പ്യാർ കവിതയിൽ ഉപയോഗിച്ചു. വാമൊഴി വഴക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചില വാക്കുകൾ, ഇപ്പോൾ ചില അർത്ഥമൊക്കെ മനസ്സിലാവാത്ത ആളുകൾക്ക് കൺഫ്യൂഷൻ ചെയ്യുന്ന ഒരു വാക്കാണത് വാമൊഴി വഴക്കങ്ങൾ. എന്താണ് വാമൊഴി വഴക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വരമൊഴിയുണ്ട്, വാമൊഴിയുണ്ട്. വരമൊഴിയും വാമൊഴിയും. അപ്പോൾ വര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്താണ്, വര എഴുത്തു രൂപവും. വാമൊഴി നമ്മൾ വായ കൊണ്ട് പറയുന്നത്. ഇപ്പോൾ പഴഞ്ചൊല്ലുകളൊക്കെ വരമൊഴി ആകുന്നതിന് മുൻപ് വാമൊഴിയായിരുന്നു. പഴഞ്ചൊല്ലുകളുടെ ബുക്ക് നമുക്കിന്ന് കിട്ടാനുണ്ടല്ലോ, അപ്പോൾ അത് വരമൊഴി അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച പുസ്തകം നമുക്ക്, പഴഞ്ചൊല്ലുകൾ 101 പഴഞ്ചൊല്ലുകൾ കുട്ടികൾക്കായി എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ എന്തായിരുന്നു, എവിടുന്ന് ഈ പഴഞ്ചൊല്ലുകൾ ഉണ്ടായി? ആരെങ്കിലും ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറേ പഴഞ്ചൊല്ലുകളാണ് ഉണ്ടാക്കുകയാണ്? അല്ല, ഇത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരും നമ്മുടെ മുന്നത്തെ ഒരുപാട് മുന്നുള്ള തലമുറകളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വന്ന എന്താണ്, ഓരോ വാമൊഴി വഴക്കം. അതായത് വാ കൊണ്ട് മൊഴിയുന്നതാണ്, അതാണ് വാമൊഴി. വാ കൊണ്ട് മൊഴിയുന്നത്, നമ്മുടെ വായ കൊണ്ട് മൊഴി. അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതാണ്. അതുപോലെ നാടൻ പാട്ടുകൾ വാമൊഴികളാണ്. നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്, പക്ഷെ അതൊന്നും എഴുതിയത് ആരാന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്, അതൊന്നും എഴുതിയത് ആരാ നമുക്കറിയാം. നാടൻ പാട്ടുകളുടെ ഇന്ന അയാളെ എഴുതിയ നാടൻ പാട്ട് നമ്മൾ പുതിയ നാടൻ പാട്ടൊക്കെ, അപ്പോൾ കലാഭവനിൻ്റെ നാടൻ പാട്ടൊക്കെ അദ്ദേഹം ചിലപ്പോൾ എഴുതിയതായി. പുതിയ പഴയ, ഞാൻ ഉദ്ദേശിച്ചത് പഴയ കൃഷി ചെയ്യുമ്പോൾ പാടുന്ന തയ്യാ ദിനം താരം എന്നൊക്കെ പറയുന്ന പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും എഴുതിയതാണോ? അല്ല, അതൊക്കെ പണിയെടുക്കുന്നവരും അധ്വാനിക്കുന്നവരും പാടി ശീലായി. അങ്ങനെ അത് കേട്ടിപ്പോൾ ഞാനൊരു പാട്ട് ഇങ്ങനെ ഓരോ വരി ഞാനിങ്ങനെ ഉണ്ടാക്കുക, അത് മറ്റൊരാൾ എൻ്റെ മുന്നത്തെ തലമുറ കേൾക്കുക, ആ തലമുറകളിൽ നിന്ന് കൈമാറി വന്ന് പിന്നെ നമുക്ക് എഴുത്തും കുത്തൊക്കെ വന്നൊരു കാലഘട്ടം. ആദ്യം തന്നെ ഈ എഴുത്തും കുത്തായിട്ടൊന്നല്ല മനുഷ്യൻ ജനിച്ചത്. ഗുഹകളിൽ താമസിക്കുന്ന സമയത്ത് എന്താണ്, ഗുഹാചിത്രങ്ങളായിരുന്നു മനുഷ്യൻ്റെ ആശയവിനിമയത്തിലുള്ള ഉപാധി. അതിൽ നിന്ന് മാറി പിന്നെ എന്തെങ്കിലും എഴുതാൻ തുടങ്ങി, ചെമ്പ് തകിടുകളിൽ എഴുതാൻ തുടങ്ങി. തകിടുകൾ, നമ്മൾ ഈ ഓല നമ്മൾ ഈ പഴയ സിനിമയിലൊക്കെ കാണുമ്പോൾ മാന്ത്രിക ഓല, മാന്ത്രിക ചെപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ. അതേപോലെ ചെമ്പിലും തകിടിലും ഓലയിലൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നീട് അതെന്തായി, സ്ലേറ്റ്, ബോർഡ്, പേപ്പർ, ഇന്നിപ്പോൾ നമ്മൾ എവിടെയൊക്കെ എഴുതുന്നു, ടൈപ്പിംഗ് വരെ എത്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് നമുക്കുള്ളത്. അപ്പം ഈ ഒരു വാമൊഴിയായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പിന്നീട് ആളുകൾ എഴുതാൻ തുടങ്ങിയൊരു സമയത്താണ് ഈ പറയുന്ന കവിതകളെയും ഈ പഴഞ്ചൊല്ലുകളൊക്കെ ആളുകൾ പുസ്തക രൂപത്തിലേക്കാക്കി മാറ്റിയത്. അപ്പോൾ ഇത്തരത്തിൽ ഭാഷയിൽ, നമ്മുടെ മലയാള ഭാഷയിൽ കുറേ വാമൊഴികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറേ ചെറിയ പദങ്ങൾ, ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വാമൊഴി ഭാഷകളെ എന്ത് ചെയ്തു, കവിതയിൽ ഒരുപാട് അങ്ങോട്ട് ഉപയോഗിച്ചു ആര്, നമ്പ്യാർ. അപ്പോൾ അതുവരെയുള്ള കവിതകളൊക്കെ അധികം സംസ്കൃതം ബേസ്ഡ്, സംസ്കൃതത്തിലുള്ള ഇട്ടാ പൊട്ടാത്ത അല്ലെങ്കിൽ കട്ടിയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് എഴുതിയിരുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളെ വായിൽ നിന്ന് വരുന്ന വാമൊഴി വഴക്കങ്ങൾ സുലഭമായ, അതായത് ഒരുപാട് നമ്പ്യാർ കവിതയിൽ ഉപയോഗിച്ചു. ഒന്നാമത്തെ കാര്യമാണ് അത്, എന്ത്, വാമൊഴി വഴക്കങ്ങളെ കവിതയിൽ ഉപയോഗിച്ചു. അടുത്തത്, കൂത്തിലെയും അതിപ്രാചീനമായ നാടോടി രൂപങ്ങളിലെയും കൂത്തിലെയും പരിഹാസ രീതികളെ കവിതയുടെ ശക്തിയാക്കി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അതിപ്രാചീനമായ നാടോടി രൂപങ്ങൾ, അതായത് പ്രാചീനമായിട്ട് ഇവിടെ പണ്ട് നിലനിന്നിരുന്ന നാടോടി, ഇപ്പം നാടൻ പാട്ട് എന്ന് പറയുന്നത് നാടോടി കലാരൂപങ്ങളുണ്ട്, കെട്ടിയാടുന്ന കുറേ രൂപങ്ങളുണ്ട്. ആ നാടോടി രൂപങ്ങളിലെയും കൂത്ത് നമ്മളേത് കൂത്താണ്, ചാക്യാർ കൂത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂത്തിലെയും പരിഹാസ രീതികളെ അതായത് പഴയ നാടോടി കലാരൂപങ്ങളിൽ എന്താണ് നമ്മൾ പരിഹസിക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കൂത്ത് നടത്തും, ചാക്യാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചാക്യാർ എങ്ങനെയാണ്, ചാക്യാർക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചാക്യാർക്ക് മുന്നിലുള്ള ആരെയും കളിയാക്കാം, അതിൽ മഹാരാജാവായിക്കോട്ടെ ആരെയും കളിയാക്കാം, നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ പണ്ടത്തെ കുറേ കലാരൂപങ്ങൾ അതേപോലെ കളിയാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതിപ്രാചീനമായ നാടോടി രൂപങ്ങളിലെയും, അതായത് പ്രാചീനമായിട്ടുള്ള നാടോടികൾ രൂപങ്ങളിലെയും അതുപോലെ തന്നെ കൂത്തിലെയും പരിഹാസം, അതായത് കളിയാക്കുന്ന രീതിയെ കവിതയുടെ ശക്തിയാക്കി. അതാണ് കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുടെ ഏറ്റവും വലിയ ശക്തി തന്നെ. എന്താണ്, പരിഹസിക്കലാണ്, സാമൂഹിക വിമർശനമാണ്.
കവിതയെ സംഗീത നൃത്താദി സുകുമാര കലകളും തനത് നാടോടി വഴക്കങ്ങളുമായി സമന്വയിപ്പിക്കുകയും ചെയ്തു. സംഗീതങ്ങളും നൃത്തവും നൃത്യവും തനത് അതായത് നമ്മുടെ നാടോടി കലകളൊക്കെ ആയിട്ട് കൂട്ടിക്കെട്ട് കുഴച്ച് ഒരു അവിയൽ രൂപമാക്കി. അടുത്തത്, ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് അധകൃത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശനം ചെയ്യിപ്പിച്ച കുഞ്ചൻ നമ്പ്യാരിലൂടെയാണ് നിളാതീരം കലയിലെ വിപ്ലവത്തെ തിരിച്ചറിഞ്ഞത്. വല്ലാത്തൊരു വാക്കാണത്. ഒന്ന് വായിച്ചു നോക്കൂ. ജാതി വ്യവസ്ഥ, അതായത് ആളുകൾക്ക് പരസ്പരം കണ്ടുകൂടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പുറത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് ക്ഷേത്രത്തിൽ ഒരേ വിശ്വാസികളാണെങ്കിലും ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ലാത്തൊരു വിഭാഗം ഉണ്ടായിരുന്നു. നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, കുപ്പായിടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കഷ്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് അധകൃത സംസ്കൃതിയെ, എന്താണ് അധകൃത സംസ്കൃതി? അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നൊരു വാക്കാണത് അധകൃത സംസ്കൃതി. അധകൃത സംസ്കൃതി, അധകൃത എന്നാണ്. അധകൃത സംസ്കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് താഴേക്കിടയിലുള്ള സംസ്കൃതി എന്നാണ് അതിൻ്റെ അർത്ഥം. അധകൃത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശനം ചെയ്യിച്ച, അല്ലെങ്കിൽ അതിനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റിയ കുഞ്ചൻ നമ്പ്യാരിലൂടെയാണ് നിളാതീരം കലയിലെ വിപ്ലവം. അതായത് അന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റിയെന്നല്ല, അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ വാമൊഴിയെയും അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിത രീതികളെയും കൂത്തിൽ ഉൾപ്പെടുത്തി, അതായത് തുള്ളലിൽ ഉൾപ്പെടുത്തി ആ തുള്ളൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അമ്പലത്തിൽ വെച്ചിട്ട്, കൂത്തമ്പലത്തിൽ വെച്ചിട്ട് അവതരിപ്പിക്കാൻ നമ്പ്യാർ കാണിച്ചൊരു ധൈര്യം അക്കാലത്ത് എന്താണ്? വലിയൊരു വിപ്ലവമാണ്. വിപ്ലവം റെവല്യൂഷനാണ്. അതൊരു വലിയ റെവല്യൂഷനാണ്. അതെന്താണ്? ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയും അന്ന് നമ്പ്യാർ ചെയ്തൊരു കാര്യങ്ങളും വെച്ച് ആലോചിക്കുമ്പോൾ എന്താണ്? അത് വലിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ അദ്ദേഹം ചെയ്തത് എന്താണ്? വലിയൊരു സംഭവമാണ്. അപ്പോൾ ഈ അദ്ദേഹം ചെയ്ത, അതായത് കുഞ്ചൻ നമ്പ്യാർ ചെയ്ത ആ ഒരു വിപ്ലവമാണ് നിളാതീരം, അതായത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് കണ്ട ആദ്യത്തെ വിപ്ലവം എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സാധാരണ മനുഷ്യരുടെ ജീവിതവുമായും തൻ്റെ നാടിൻ്റെ തനത് പൈതൃകവുമായും അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായൊരു കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനകീയൻ അല്ലെങ്കിൽ ജനകീയമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഉയർന്നതിൽ നിന്ന് മാറിയിട്ട് എന്താണ്? സാധാരണ മനുഷ്യരുടെ, വെറും സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതവുമായും അതിൻ്റെ പൈതൃകമായിട്ട് അഭേദ്യമായ, അതായത് ഭേദിക്കാൻ പറ്റാത്തൊരു ബന്ധം സ്ഥാപിക്കുന്നു. അതായത് നമ്മളെ നാട്ടിലുള്ള ഉയർന്ന താഴത്തിലല്ലാത്ത താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതവുമായും അതുപോലെ തന്നെ പൈതൃകം, തൻ്റെ നാടിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാടിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് എല്ലാവർക്കും കൂടിയുള്ള പൈതൃകം, അല്ലെങ്കിൽ അതൊരു വിഭാഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു രീതി, അല്ലെങ്കിൽ തൻ്റെ നാടിൻ്റെ പൈതൃകവും അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിലൂടെയാണ്, ആ ബന്ധം കൃത്യമായിട്ട് വളർത്തിയെടുക്കുന്നതിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായൊരു കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത്. അതായത് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായത് എന്തിലൂടെയാണ് അല്ലെങ്കിൽ എന്തിലൂടെയാണ്? ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ്. അഭിജാതയായി അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിതയെ തെരുവിലെ തുള്ളൽ തട്ടിൽ കയറ്റി ചിലമ്പ് തുള്ളിച്ച് ലോകനീതിയെ കളിയാക്കാൻ പഠിപ്പിച്ച തുള്ളൽക്കാരൻ്റെ ചിരി മലയാളത്തിൻ്റെ ആത്മാവിൽ നിന്നുയർന്ന ചിരിയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതുവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിജാതയായി, അഭിജാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പുറത്തിറങ്ങാൻ പറ്റാതെ ഏറ്റവും ഉള്ളിൽ എന്തോ നിധി കാത്തു സൂക്ഷിക്കുന്നത് പോലെ മേലെ തട്ടിലുള്ളവർക്ക് മാത്രം പറ്റിയിരുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന കല, സാഹിത്യം എന്നുള്ളതൊക്കെ. അതായത് അന്ന് എഴുതിയിരുന്നതും അന്ന് ആ കവിതകളും കഥകളും വായിച്ചിരുന്നതും തുള്ളലും മറ്റ് സംഭവങ്ങളൊക്കെ കണ്ടിരുന്നതൊക്കെ ആരാണ്? ഉയർന്ന തട്ടിലുള്ള നമ്മളെ ആളുകളാണ്. ഉയർന്ന തട്ടിലുള്ള നമ്മുടെ തമ്പുരാക്കന്മാരായിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അതിനെ, അതായത് അഭിജാത ആ ഉള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു സംഭവത്തെ പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചിട്ട് തെരുവിൽ എന്ത് ചെയ്തു? തുള്ളിച്ചു. മറ്റുള്ള എല്ലാവർക്കും കൂടി കാണുന്ന രീതിയിൽ, മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ അത്തരത്തിൽ കളിയാക്കാൻ പഠിപ്പിച്ചതാണ് ആര്? തുള്ളൽക്കാരൻ്റെ ചിരി മലയാളത്തിന്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, അതായത് ആ ഒരു പുറത്തേക്ക് ഇങ്ങോട്ട് ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഉന്നത ജാതിയിൽപ്പെട്ടിരുന്നത് മാത്രമായിരുന്നതിനെ പിടിച്ചു മാറ്റി അതിനെ എന്ത് ചെയ്തു? അതിനെ പുറത്തിട്ട് സാധാരണക്കാർക്കും കൂടി പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് നമ്പ്യാർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഇത്രയാണ് പറയുന്നത്. നമ്പ്യാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചില വാക്കുകൾ, ഇപ്പോൾ അഭിജാതയായി, അതുപോലെ തന്നെ അധകൃത, ഇത്തരത്തിലുള്ള ചില
വാക്കുകളിലുള്ള ചെറിയ കൺഫ്യൂഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള പാരഗ്രാഫ് ചോദ്യങ്ങൾ നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്നത്. അതായത് ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാവില്ല, നമുക്ക് അറിയാത്ത അതേ വാക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ്, നന്നായിട്ട് വായന ശീലാക്കുക എന്നുള്ളതാണ് ഈ അർത്ഥത്തിൻ്റെ സംഭവങ്ങളൊക്കെ നല്ല വൃത്തിയിൽ കിട്ടാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ 3-4 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തന്നു. ചിലർക്ക് അത് ഏറ്റവും ടഫുള്ളത് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് മനസ്സിലാവാത്ത ആളുകളുണ്ടാവും. ചിലപ്പോൾ വായിക്കുക എന്നുള്ളതാണ് എന്ത്, അർത്ഥം മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വാക്കിന് അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു വാക്കും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഈ വാക്കും, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വാക്കും ആ സെൻറ്റൻസും കണക്ട് ചെയ്ത് വായിച്ചുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഹിൻഡ് കിട്ടും. ഒട്ടും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ അഭേദ്യമായ ബന്ധം, ഇപ്പോൾ അധകൃത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശനം ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് അധകൃത സംസ്കൃതി എന്താണെന്ന് അറിയില്ല, അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കുക ആ സെൻറ്റൻസ്. അപ്പോൾ ക്ഷേത്രപ്രവേശനം ചെയ്യിപ്പിച്ച കുഞ്ചൻ നമ്മൾ, അപ്പോൾ എന്തോ മൂപ്പര് വേണ്ടാത്തല്ല എന്തോ വിപ്ലവാത്മകമായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്, അതാണ് ആ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അധകൃത സംസ്കൃതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എന്തായിരിക്കും, എന്താ പറയുക, കയറ്റാൻ പാടില്ലാത്ത എന്തിനെങ്കിലും എന്നൊക്കെ ഉള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് ആലോചിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. കലയിലെ വിപ്ലവം എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്ന വിഷയമേത്? ഓപ്ഷൻ എ നമ്പ്യാരുടെ വ്യക്തിപ്രഭാവം. ഓപ്ഷൻ ബി അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം. ഓപ്ഷൻ സി നമ്പ്യാർ അവലംബിച്ച പരിഹാസ രീതികൾ. ദെൻ ഓപ്ഷൻ ഡി നമ്പ്യാരുടെ ജീവിതം. കലയിലെ വിപ്ലവം എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്ന വിഷയം നമ്പ്യാരുടെ വ്യക്തിപ്രഭാവം ആണോ, നമ്പ്യാരുടെ വ്യക്തിപ്രഭാവമാണോ, അതായത് നമ്പ്യാർ എന്ന വ്യക്തിയാണോ അവിടെ കലയിലെ വിപ്ലവം എന്ന് ലേഖകൻ അതിൽ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് കലയിലെ വിപ്ലവം, നിളാതീരം ആദ്യമായിട്ട് കലയിലെ വിപ്ലവം കണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് അധകൃത സംസ്കൃതിയാണ്. അപ്പോൾ അധകൃത സംസ്കൃതിയെ കയറ്റിയാണ് ചെയ്തത്. അപ്പോൾ നമ്പ്യാരുടെ വ്യക്തിപ്രഭാവം എന്നുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്തത് അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം. അത് നമുക്ക് എന്താണ്, ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു ഉത്തരമാണ്. ലാസ്റ്റ് 2 ഓപ്ഷൻ കൂടി നോക്കുക. നമ്പ്യാർ അവലംബിച്ച പരിഹാസ രീതികൾ, അതാണോ കലയിൽ വിപ്ലവം? അല്ല. നമ്പ്യാരുടെ ജീവിതം, അതുമല്ല. നമ്പ്യാരുടെ ജീവിതം ഒരിക്കലാവൂല. പക്ഷേ ഈ നമ്പ്യാർ അവലംബിച്ച പരിഹാസ രീതിയും അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം, ഇത് രണ്ടും എന്താണ്, നമുക്ക് പരിഗണനയിൽ വെക്കാവുന്ന 2 ഓപ്ഷനുകളാണ് അല്ലേ. അപ്പോൾ ഈ അധകൃത സംസ്കൃതിയുടെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം, അതായത് ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവയെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണത്തിലൂടെയാണ്, അല്ലെങ്കിൽ ക്ഷേത്രകലയിലേക്ക് കൊണ്ടുവന്നതിലൂടെയാണ് എന്ത്, നമ്പ്യാർ നിളാതീരത്ത് ആദ്യമായിട്ട് വിപ്ലവം കണ്ടത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്, ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ് അല്ലേ. അപ്പോൾ കലയിൽ വിപ്ലവം പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അപ്പോൾ അധകൃത സംസ്കാരത്തെ എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്നും കൂടി എന്ത് ചെയ്യും, നമുക്ക് കൺഫ്യൂഷനാവും. പക്ഷേ ഇവിടെ എന്താണ്, അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ അതേ വാക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാണ്ട് മാറിപ്പോകും. അടുത്തത് ലോകനീതിയെ കളിയാക്കാൻ എന്നതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ലേഖകൻ അർത്ഥമാക്കുന്നത് എന്ത്? സാമൂഹ്യ വിമർശനത്തിന്, ഭക്തിമാർഗത്തിന്, തത്വചിന്തയുടെ പ്രോത്സാഹനത്തിന്, മാലോകരെ വെല്ലുവിളിക്കുന്നതിന്. ആ ഒരു വരികളൊന്നുകൂടി വായിച്ചു നോക്കൂ. അഭിജാതയായി അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിതയെ തെരുവിലെ തുള്ളൽ തട്ടിൽ കയറ്റി ചിലമ്പു തുള്ളിച്ച് ലോകനീതിയെ കളിയാക്കാൻ പഠിപ്പിച്ച തുള്ളൽക്കാരൻ്റെ ചിരി. അഭിജാതയായ അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിതയെ തെരുവിലെ തുള്ളൽ തട്ടിൽ കയറ്റി ചിലമ്പു തുള്ളിച്ച് ലോകനീതിയെ, അവിടെ ആ ലോകനീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോകനീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ലോകനീതി. അപ്പോൾ ലോകത്തിൻ്റെ നീതി എന്നാണ് അർത്ഥം. ഇവിടെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ് അല്ലേ. ലോകനീതി എന്ന് പറയുന്നത് സാമൂഹിക വിമർശനത്തിന്, അതായത് അന്നത്തെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെ കളിയാക്കാൻ അല്ലെങ്കിൽ വിമർശിക്കാനാണ് എന്ത് ഇവിടെ കവി ഉദ്ദേശിച്ചത്, ലോകനീതിയെ കളിയാക്കാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഭക്തിമാർഗത്തിനാണോ? അല്ല, ഭക്തിയുടെ മാർഗത്തിനല്ല. സാമൂഹിക വിമർശനത്തിന് എന്നുള്ളതാണ് എന്ത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഭക്തിയാണോ? അല്ല. തത്വചിന്തയുടെ പ്രോത്സാഹനത്തിന്, അങ്ങനെ കാര്യമായ പാരഗ്രാഫിൽ പറയാം. മാലോകരെ വെല്ലുവിളിക്കുന്നതിന്, മാലോകരെ വെല്ലുവിളിക്കാനൊന്നും ആര് തുനിഞ്ഞിട്ടില്ല, നമ്പ്യാർ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു ജീവിത രീതിയിൽ എന്തായിരുന്നു, അദ്ദേഹത്തിന് ആ ഒരു ലോകനീതി, അതായത് ആ സമൂഹത്തെ വിമർശിച്ചേ മതിയാവും. അപ്പോൾ ഈ ലോകനീതിയെ കളിയാക്കുക എന്നുള്ളത് കൊണ്ട്
ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നമ്പ്യാർ അർത്ഥമാക്കുന്നത് എന്താണ്? അത് സാമൂഹ്യ വിമർശനത്തിൽ എന്നുള്ളതാണ്. സമൂഹത്തെ വിമർശിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്, നമ്പ്യാർ കവിതകളുടെ ശക്തിയായി ലേഖകൻ ദർശിക്കുന്നത് എന്ത്? നമ്പ്യാർ കവിതകളുടെ ശക്തിയായി ലേഖകൻ ദർശിക്കുന്നത് എന്ത്? കൂത്തിലെ പരിഹാസ രീതികൾ, ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ, സുകുമാര കലകളുടെയും വാമൊഴി വഴക്കങ്ങളുടെയും മേളനം, പ്രാചീന നാടോടി കലകളിലും കൂത്തുകളിലും ഉപയോഗിച്ചിരുന്ന പരിഹാസം. ഇപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ ലോകനീതി, ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തെ സിമ്പിൾ, രണ്ടാമത്തെ മീഡിയം. നമ്മൾ മൂന്നാമത് വായിച്ച ക്വസ്റ്റ്യൻ നമ്പ്യാർ കവിതകളുടെ ശക്തിയായി ലേഖകൻ. അപ്പം അങ്ങനെ ഒരു വാക്ക് നേരിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട, ശക്തി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ സുലഭമായി നമ്പ്യാർ കവിതയിൽ ഉപയോഗിച്ചു. അതിപ്രാചീനമായ നാടോടി രൂപങ്ങളിലെയും കൂത്തിലെയും പരിഹാസ രീതികളെ കവിതയുടെ ശക്തിയാക്കി. ഡയറക്റ്റ് ചോദ്യമാണ്. അതിപ്രാചീനമായ പ്രാചീന നാടോടി കലകളിലും കൂത്തിലുപയോഗിച്ചിരുന്ന പരിഹാസം. ഇവിടെ അതന്നെയല്ലേ പറയുന്നത്? കൂത്തിലെയും അതിപ്രാചീന നാടോടി രൂപങ്ങളിലെയും പരിഹാസ രീതികൾ കവിതയുടെ ശക്തിയാക്കി. അപ്പോൾ എന്താണ് കവിതയുടെ ശക്തിയാക്കി? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ കൂത്തിലെ പരിഹാസ രീതികൾ, കൂത്തിലെ ഈ ഒരു പ്രാചീന നാടോടി രൂപങ്ങളിലും ചാക്യാർ കൂത്തിലെയും പരിഹാസ രീതികൾ ഉപയോഗിച്ചതിലൂടെ എന്താക്കി? തൻ്റെ കവിതകളെ ശക്തിയാക്കി. അതിനെ മാറ്റി ആര് ചെയ്തു? നമ്പ്യാർ ചെയ്തു. ഓക്കെ, അടുത്തത്, അഭിജാതയായി അന്തഃപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിത എന്നതിലൂടെ ലേഖകൻ അർത്ഥമാക്കുന്നത് എന്ത്? സാധാരണക്കാരുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ളത്, അടിമുടി പരിഹാസം നിറഞ്ഞത്, ഉപരിവർഗത്തിന് മാത്രം അപ്രാപ്യമായിരുന്നത്, സ്ത്രീകൾക്ക് മാത്രം ലഭ്യമായിരുന്നത്. 4 ഓപ്ഷനാണ്. ഇത് ഒരു മീഡിയം ലെവൽ ചോദ്യമായിട്ട് കാണാം. നമുക്ക് മീഡിയം ലെവൽ ചോദ്യമായിട്ട് കാണാം. അഭിജാതയായി അന്തഃപുരങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ചില വാക്കുകൾ. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ 2 ടഫ് വാക്കുകൾ ഒന്ന് നോക്കൂ. അധകൃത സംസ്കൃതി, അത് ഉത്തരത്തിൽ വന്നു. അതേപോലെ അഭിജാതയായ അന്തഃപുരങ്ങൾ, അതും ഞാൻ നിങ്ങൾക്ക് അടിവരയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ അത് രണ്ടും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന വാക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ആദ്യം പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്ത്, അത് രണ്ടും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാത്ത വാക്കാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഖണ്ഡികയുടെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഖണ്ഡിക നമ്മളെങ്കിലും ഗദ്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ റെഡിയാക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഇതേപോലുള്ള അർത്ഥം കിട്ടാത്ത വാക്കുകളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അല്ല, അതാണ് ഖണ്ഡിക വായിച്ച് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപരി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്നതെന്ന് അപ്പം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് തന്നു. പക്ഷെ അതൊരു മീഡിയം ലെവൽ ചോദ്യമാണ് കേട്ടോ. സാധാരണക്കാരുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ളത്, അത് ശരിയാണോ? അത് ഒരിക്കലും ശരിയല്ല. കാരണം അഭിജാതയായ അന്തഃപുരങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് യാതൊരു ബന്ധമില്ല. അത് ഉള്ളിൽ കുറേ തമ്പുരാക്കന്മാർക്ക് കാണാൻ വേണ്ടി മാത്രം ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, അടിമുടി പരിഹാസം നിറഞ്ഞത്, അതുമല്ല, അതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഓപ്ഷനാണ്. അടുത്തത്, ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, സ്ത്രീകൾ മാത്രം ലഭ്യമായിരുന്നത്, അതും തെറ്റാണ്. സ്ത്രീകൾക്ക് എല്ലാ കലകളൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചില കലകളൊക്കെ അന്നത്തെ കാലത്ത് എല്ലാ കലകളും എല്ലാ സ്ത്രീകൾക്കും കാണാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉപരിവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന തമ്പുരാക്കന്മാർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മീഡിയം ലെവൽ ചോദ്യമാണ്. ഇത് ആ ഉത്തരങ്ങൾ പറഞ്ഞു തന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു, അതിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത് എപ്രകാരമായിരുന്നു? ജനകീയമായ വാക്ക് നോക്കുക, ജനകീയമായ. മറ്റ് കലകളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, കവിതയിൽ നാടിൻ്റെ പൈതൃകം ഉൾച്ചേർത്തുകൊണ്ട്, സാധാരണക്കാരുടെ ജീവിതവും നാടിൻ്റെ തനത് പൈതൃകവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പകർത്തിക്കൊണ്ട്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ചോദ്യമാണ്. പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനം നോക്കൂ. സാധാരണ മനുഷ്യരുടെ ജീവിതമായും തൻ്റെ നാടിൻ്റെ തനത് പൈതൃകവുമായും അഭേദ്യമായും ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ ഒരു കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത്. ഇതന്നെയല്ലേ ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത് എപ്രകാരമായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. സാധാരണക്കാരുടെ ജീവിതവും നാടിൻ്റെ തനത് പൈതൃകവുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ആരെന്തുണ്ടാക്കിയത്?
നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു ജനകീയമായൊരു കലാസാഹിത്യം. അപ്പോൾ ജനകീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും പറ്റുന്നത്, എല്ലാവരും ഒരേപോലെ പറ്റുന്നത്, കുറേ ആളുകൾക്ക് മാത്രം. അപ്പോൾ നമ്മുടെ സിനിമേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ദിലീപിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും എന്താണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അതൊരു കുടുംബ പ്രേക്ഷകരെ എടുത്തിരുന്നത്. അതേപോലെ തന്നെ നമ്പ്യാർ ഒരു ദിലീപായിട്ട് കണക്കാക്കുക. നമ്പ്യാർ എന്താണ്, എല്ലാവർക്കും പറ്റുന്ന കവിതകൾ എഴുതി. നേരെ മറിച്ച് നമ്പൂതിരിമായിട്ടുള്ള മറ്റു കവികളൊക്കെ എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഏറ്റവും ഉന്നതന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രം എഴുതിയില്ല, അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയതാണ്. അപ്പം അന്നത്തെ കാലത്തുള്ള കലകളും അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ കൂത്തായാലും കൂടിയാട്ടമായാലൊക്കെ എന്താണ്, വളരെ സംസ്കൃതത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ് ഈ കൂടിയാട്ടമൊക്കെ കാണാൻ തമ്പുരാക്കന്മാർക്ക് മാത്രം അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എല്ലാവർക്കും കാണാനും എല്ലാവരുടെ ജീവിതം കൊണ്ടുവരുന്ന രീതിയിൽ എല്ലാവരും നോക്കി കാണുന്ന ഒരാളാണെന്ത്, നമ്പ്യാർ. അങ്ങനെയാണ് നമ്പ്യാർ ജനകീയമായത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത്. അപ്പോൾ ഇത് ഖണ്ഡിക രൂപേണുള്ള ചോദ്യം. അപ്പോൾ ഇതിൽ ഖണ്ഡിക രൂപയിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഒന്നും നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്, ചില വാക്കുകൾ ഇപ്പം നിങ്ങൾ അത് വായിച്ചപ്പോൾ തന്നെ അഭേദ്യം എന്നൊക്കെ മറ്റേ അഭിജാത, അതുപോലെ തന്നെ അധകൃത സംസ്കൃതി, ഇത് സാധനങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും. അത്തരത്തിലുള്ള വാക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് വില്ലന്മാരായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ അതിന് അടിയിൽ വായിക്കുമ്പോൾ തന്നെ അടി വരയ്ക്കുക. നിങ്ങൾക്ക് അറിയാത്ത പദങ്ങൾ അടിയിൽ പെൻസിൽ കൊണ്ട് അടിയിൽ വരയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അടി വരച്ചതിന് ശേഷം ഒന്നും കൂടി വായിക്കുക. ഇനിയിപ്പോൾ എത്ര ആലോചിച്ചിട്ട് ആ വാക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ വാക്ക് വരുന്നൊരു സെൻറ്റൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ അധകൃത സംസ്കൃതിയെ ക്ഷേത്രത്തിലുള്ളപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് മുഴുവൻ വായിക്കുമ്പോൾ ആ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ എന്ത് കിട്ടും, ഇതിങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അങ്ങനെ ഊഹിച്ചുകൊണ്ടും ഉത്തരം എഴുതാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇവിടെ വില്ലനായിട്ട് വരുന്നത്, മറ്റേതിൽ നമുക്ക് അർത്ഥമാണ് വില്ലനായിട്ട് വരുന്നത്, ഇവിടെ നമുക്ക് അർത്ഥമാണ്. പക്ഷേ മറ്റ് കവിതയുടെ രീതിയിലല്ല ഇത് വരുന്നതെന്നും കൂടി ആലോചിക്കും. ഓക്കെ.